മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി 11 ദിവസം പിന്നിടുമ്പോൾ തീരദേശ മേഖലയുടെ ജനരോഷം തണുപ്പിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും നേരിട്ടിറങ്ങി. നീണ്ടകരയിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തി. വിഴിഞ്ഞത്തും മുതലപ്പൊഴിയിലും കാണാതായവരുടെ വീടുകളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധിക്ഷേപ പരാമർശത്തിലുള്ള കടുത്ത രോഷം വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മകൾ ജിജി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അറിയിച്ചു. ഉറ്റവരെ കാണാതായ കുടുംബങ്ങളുടെ വൈകാരിക പ്രതികരണത്തിൽ തെറ്റ് കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായി 11 ദിവസം പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് തീരദേശത്ത് നേരിട്ടെത്തി. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിൽ സർക്കാരിന് ഉദാസീന സമീപനമാണെന്നും രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനമില്ലെന്നും ആരോപിച്ച് തീരദേശത്ത് ജനരോഷം ശക്തമാണ്. തീരദേശത്തിന്റെ രോഷം തണുപ്പിക്കാൻ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട് ഇന്ന് മുഖ്യമന്ത്രി സന്ദർശിച്ചു. മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തെരച്ചിൽ നടക്കാതിരുന്നത് പ്രതികൂല കാലാവസ്ഥയുടെ സമയത്ത് മാത്രമെന്ന് മുഖ്യമന്ത്രി. തന്നെ വിമർശിച്ചത് കുടുംബത്തിന്റെ വൈകാരിക പ്രതികരണമാണ്. ഭരണകൂടത്തിന്റെ തലവൻ എന്ന നിലയിൽ തനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. അമർഷത്തിൽ തെറ്റു കാണുന്നില്ല. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. രക്ഷാപ്രവർത്തനം വൈകിയെന്ന വിമർശനം മുഖ്യമന്ത്രി ആവർത്തിച്ച് നിഷേധിച്ചു. ഒരു കാലത്തും നടക്കാത്ത വിധത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്നും മുഖ്യമന്ത്രി. രാവിലെ വിഴിഞ്ഞത്തെ ജോൺ മത്യാസിന്റെ വീട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂറും തീരത്തിന്റെ പ്രതിഷേധ ചൂട് ശരിക്കും അറിഞ്ഞു. വിഴിഞ്ഞം പുല്ലുവിളയിലെത്തിയ ഫിഷറീസ് മന്ത്രിയോടും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും തെരച്ചിലിലെ പോരായ്മകൾ ജോണിന്റെ കുടുംബം ചൂണ്ടിക്കാട്ടി. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു. ഈ SOPയുടെ കാര്യമായിരുന്നാലും ഓൾറെഡി നമ്മൾ നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. അവർക്കതിന്റെ കാര്യഗൗരവം കൃത്യമായിട്ട് മനസ്സിലായി. അതിനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തും. SOP 2 ആഴ്ചയ്ക്കുള്ളിൽ നിലവിൽ വരും. എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും മത്സ്യഫെഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫിഷറീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്ന കാര്യമായിരുന്നാലും അതൊക്കെ ഓൾറെഡി അവരുടെ ഇപ്പം അതൊന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം എത്രയും വേഗം പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞ് നമുക്ക് അഷ്യൂറിറ്റി തന്നിട്ടാണ് ഇപ്പൊ പോയിട്ടുള്ളത്. അധിക്ഷേപ പരാമർശത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജോൺ മത്യാസിന്റെ കുടുംബം. കെ മുരളീധരന്റെ പരാമർശത്തോടുള്ള പ്രതിഷേധവും കുടുംബം അറിയിച്ചു. അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന ആളല്ല മുഖ്യമന്ത്രിയെന്നും സർക്കാർ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് തെരച്ചിലിനാണെന്നും രമേശ് ചെന്നിത്തല. ഒരിക്കലും അദ്ദേഹം അങ്ങനെ നടത്തില്ല. മുഖ്യമന്ത്രി അങ്ങനെ ഒരിക്കലും, അദ്ദേഹം തീരദേശവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആള് തന്നെയാണ്. അപ്പം അങ്ങനെ ആരും ഒരിക്കലും തീരദേശത്തെയോ തീരദേശവാസികളെയോ ഒരിക്കലും അവഹേളിക്കില്ല. പ്രതീക്ഷ കൈവിടിയാതെ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും ഫിഷറീസ് മന്ത്രിയും കൂടി കോസ്റ്റൽ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംസാരിച്ചു. അതിൻ്റെ IG ശ്രീ അക്ബറുമായിട്ട് സംസാരിച്ചു. ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. തെക്കൻ തീരമേഖലയാകെ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമായ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ പരിപാടികളും മാറ്റിവെച്ച് തീരദേശത്തേക്ക് ഇറങ്ങിയത്. കുടുംബങ്ങൾക്ക് പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും ഇൻഷുറൻസ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. തെരച്ചിലിന് SOP തയ്യാറാക്കുമെന്നും മത്സ്യത്തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാവികസേനയുടെ അടക്കം സഹായത്തോടെ വള്ളം മറിഞ്ഞ് കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. കൊല്ലം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് മലയാളം, തിരുവനന്തപുരം.